ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലെ എണീറ്റ് പതിവ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് ശരിക്കും 27th ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കോളേജൊക്കെ അടയ്ക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്, കാരണം ഇനി കുറച്ച് ദിവസം ലീവാണല്ലോ. അപ്പം ഇന്ന് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി, കാരണം കോളേജ് ക്ലോസിങ് ഡേ ആയതുകൊണ്ട് തന്നെ സ്റ്റാഫ് ഡേ ആണ്, അതേപോലെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കോളേജിൽ നിന്ന് അവർ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പം തലേന്ന് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ, തെർമൽ കുക്കറിൽ. അപ്പോൾ അതൊന്ന് ഊറ്റണം, പിന്നെ ഒരു ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ കറികളൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ, തലേ ദിവസത്തെ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മതിയാവുമല്ലോ. മോൾക്കും സ്കൂളിൽ അടിച്ചു, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇതേ കുറച്ച് മത്തങ്ങയുടെ കഷ്ണങ്ങളും ചെറിയുള്ളിയും കൂടി ഞാൻ തലേന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പരിപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആയിട്ടാണ് ഇട്ടിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ ആദ്യത്തെ കഷ്ണങ്ങൾ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വിസിൽ കേൾക്കാൻ ഒരു 2 വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെയൊക്കെ? ചൂടൊക്കെ എങ്ങനെയുണ്ട് അത് ചോദിക്കട്ടെ. ഇവിടെ ഒരു രക്ഷയില്ല, എല്ലാ സ്ഥലത്തും ഭയങ്കര ചൂടാണെന്നറിയാം, തീവ്രമായ ചൂടാണെന്നറിയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഈ സാധാരണ നമ്മളൊരു 3:30-4 മണിക്കൊക്കെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം കാറ്റ് പോയിട്ട് പോലും ഇല്ല, ഒന്നുമേ ഇല്ല, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങനെ വേർക്കും. അപ്പോൾ ഞാൻ ഈ പ്രീ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത്, ഈ അരിഞ്ഞ് ഒക്കെ വെക്കുന്ന സമയത്തൊക്കെ ഫാനുണ്ട് കിച്ചണിൽ, അതിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഈ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ ആദ്യമേ പറഞ്ഞൊരു സാധനമാണ് എനിക്ക് കിച്ചണിൽ ഫാൻ വേണം എന്നുള്ളത്. അപ്പം പലരും ചോദിക്കാറുണ്ട് കിച്ചണിൽ എന്തിനാണ് ഫാൻ. ഇപ്പോൾ പല വീടുകളിലും ഉണ്ട് കേട്ടോ. പണ്ടൊന്നും നമ്മുടെ കിച്ചണിൽ ഈ അടുപ്പണഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് ഫാൻ വെക്കാറില്ലല്ലോ. പക്ഷേ ഫാൻ ഇല്ലാണ്ട് ഒരു രക്ഷയില്ല. അപ്പം അങ്ങനത്തെ ഈ അടുപ്പ് കത്തിക്കാത്ത ബാക്കി സമയത്തെല്ലാം ഞാൻ ഫാൻ ഇടും, അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ഞാൻ. തലേ ദിവസം തെർമൽ കുക്കറിൽ അരി തിളപ്പിച്ച് വെക്കാറുണ്ട് ചോറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ രാവിലെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കും. അതേപോലെ പാല് കാച്ചുകയാണ്, ചായ വെക്കാനുള്ള പുറപ്പാടിലാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. പലരും ഈ രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കാതെ പല ഹെൽത്ത് ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കും കുടിക്കണം എന്നൊക്കെ ഉണ്ട്, അങ്ങനെ ശീലിക്കണം എന്നുണ്ട്. പക്ഷേ രാവിലെ ഈ ഓട്ടത്തിൻ്റെ എൻ്റെ ഒരു സ്റ്റാമിന എന്ന് പറയുന്നത് ഈ ചായയാണ്. അപ്പോൾ ചായ കുടിക്കാണ്ട് ഞാൻ പോകാറില്ല കേട്ടോ. ചിലർ രാവിലെ എണീറ്റിട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ ചായ കുടിക്കണം എന്നില്ല, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് കഴിക്കുക ചായ കുടിക്കുക. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ചായ ഒരു വികാരമാണ്. അപ്പോൾ രാവിലെ ഞാൻ ചായ കുടിക്കും. അതുപോലെ ഞാനൊരു കോഫി പേഴ്സൺ അല്ല കേട്ടോ, ചായ കുടിക്കുന്നത് തന്നെ ഇഷ്ടം. നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം, എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് പണ്ട് കാപ്പി ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം ചായയാണ് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവാണ് ഞാൻ ഈ പീച്ചി എടുത്തുകൊണ്ടിരിക്കുന്നത്. സംഭവം യൂഷ്വലി ഇവിടെ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കാറുണ്ട് കേട്ടോ. പക്ഷേ അന്ന് നമ്മളൊട്ടും പ്രതീക്ഷയില്ല, ഇഡ്ഡലിയാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല, നേരത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാതിരാത്രിയാണ് എന്നോട് പറയുന്നത്, ചേട്ടാ നമുക്ക് രാവിലെ ഇഡ്ഡലി സാമ്പാർ വയ്ക്കാമല്ലോ എന്ന്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവിലായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ചേട്ടനോട് പറഞ്ഞു, പാതിരാത്രി ഏതോ കട കുത്തി തുറന്നിട്ടാണ് ചേട്ടൻ ഈ ഇഡ്ഡലിയുടെ മാവ് മേടിച്ചുകൊണ്ട് വന്നത്. എന്താണെങ്കിലും നന്ദിയുണ്ട് ചേട്ടാ. അങ്ങനെ ഞാൻ ആ ഇഡ്ഡലിയുടെ മാവൊക്കെ കോരി വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട്. നല്ല മാവായിരുന്നു കേട്ടോ. നല്ല മാവെന്ന് പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലത് പൊങ്ങില്ല, അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇഡ്ഡലി നന്നായി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല മാവായിരുന്നു, കൃത്യമായിരുന്നു. ഒരുപാട് പുളിച്ച മാവൊന്നും അല്ലായിരുന്നു, നല്ല മാവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല അന്നത്തെ തന്നെ മാവായിരുന്നുകൊണ്ട് നന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒബ്സഷനായ ഏലക്കാപ്പൊടി ഇടുകയാണ് ചായയിൽ. നിങ്ങളെങ്ങനെയാണ് ചായ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ ഇഞ്ചി അല്ലെങ്കിൽ ഏലക്ക പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ടോ ചായയിൽ? അതോ പ്ലെയിനായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുകയാണോ, അങ്ങനെയാണോ ശീലം? എനിക്ക് പ്ലെയിൻ ചായ അങ്ങനെ കുടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണം, അത് ഇഞ്ചിയോ അല്ലെങ്കിൽ ഏലക്കയുടെ ഒരു ഫ്ലേവർ എന്തെങ്കിലും ഒരെണ്ണം ഉള്ളതാണ് ഇഷ്ടം. അങ്ങനെ അതിൻ്റെ ഒരു ഫ്ലേവർ ആ ചായയിൽ കിട്ടുമ്പോൾ ഭയങ്കര ഒരു കിക്കാണ് കേട്ടോ. അതേപോലെ എനിക്ക് നല്ല കടുപ്പുള്ള ചായ കുടിക്കാനാണ് ഇഷ്ടം. എന്നാൽ ഇവിടെ എണ്ണാണെങ്കിൽ നല്ല ലൈറ്റ് ചായ കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ, കടുപ്പൻ ചായയല്ല. ഇപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പം ഞാൻ പറയും ഒരു സ്ട്രോങ് ചായയും ഒരു ലൈറ്റ് ചായ എന്ന്. പക്ഷേ ആ ചേട്ടന്മാരെപ്പോഴും ഈ ലൈറ്റ് ചായ കൊണ്ട് എനിക്കും സ്ട്രോങ് ചായ കൊണ്ട് ഏട്ടനും വയ്ക്കും. അപ്പോൾ ഏട്ടൻ അതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് പറയാറുണ്ട്, ഇവിടെ മൊത്തം തിരിച്ചിട്ടാണ് കേട്ടോ എന്ന്. എന്തെങ്കിലും ദ്വയാർത്ഥം എൻ്റെ തൊണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ സാരമില്ല, എന്താണെങ്കിലും ചായ കുടിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ സ്ട്രോങ് ചായയാണ് എപ്പോഴും കുടിക്കുക, പുറത്ത് പോയാലും എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ പാട വരാൻ പാടില്ല, പിന്നെ പാല് കൂടാൻ പാടില്ല, മധുരം കൂടാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ചായ. അപ്പോൾ കഴിയുന്നതും പുറത്ത് പോകുമ്പോൾ കട്ടൻ ചായ കുടിക്കുന്നതായിരിക്കും എൻ്റെയൊക്കെ ആരോഗ്യത്തിന് നല്ലത്. കാരണം
ഒരുപാട് പാലൊക്കെ വെച്ച് ഭയങ്കര റിച്ച് ചായ. എനിക്ക് തങ്കമട്ടൻ. എനിക്കറിയാം നമ്മുടെ ഈ എൻ്റെ സിസ്റ്ററൊക്കെ തമിഴ്നാട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം കോയമ്പത്തൂരൊക്കെ അല്ലെങ്കിൽ അവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ബോംബെയിലാണ് ഇപ്പോൾ ഉള്ളത് പുള്ളിക്കാരത്തി. അവിടെയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പോലെ നല്ല എന്താ പറയുക കട്ടീസോ അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത്. ഭയങ്കര കുറച്ച് ചായ ഉണ്ടാവുള്ളൂ, പക്ഷേ അത് ഭയങ്കര തിക്കായിരിക്കും. നല്ല പാലും ഒക്കെ ഇട്ടിട്ടുള്ളതായിരിക്കും. എനിക്ക് അങ്ങനത്തെ അത്രയും ഉള്ള ഹെവി ചായകളൊന്നും കുടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ചായ എന്ന് പറയുന്നത് എൻ്റെ അമ്മയിൽ നിന്ന് ഇൻസ്പയർഡായ ചായയാണ്. ഓസി ഓട്ടച്ചായ എന്നാണ് കേട്ടോ പറയുന്നത്. കാരണം അധികം പാലൊന്നും ചേർക്കാണ്ട് വെള്ളമൊക്കെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ദേ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ടാണ് ഇത് കേട്ടോ. ഇന്നലെ ഞാൻ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ, അതായത് തേങ്ങയും കറിവേപ്പിലയും കൂടെ വറുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മിക്സാണിത്. അപ്പം അതിനോടൊപ്പം ഞാൻ കുറച്ച് മല്ലിപ്പൊടി അതേപോലെ മുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഞാൻ അരയ്ക്കാനൊന്നും നിന്നില്ല. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കായിരുന്നു, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ സമയം ഉണ്ടായിരുന്നു, പക്ഷേ സമയം പോവുമോ എന്നുള്ളൊരു പേടി. കാരണം ഇത് വീണ്ടും തണുത്തിട്ട് വേണമല്ലോ നമ്മൾ അരയ്ക്കാൻ. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഈ സംഭവം നമ്മുടെ വെന്ത ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്തത്. രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കൊല്ലംകാരിയാണ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ തെക്കോട്ടുള്ള സാമ്പാർ ഇങ്ങനെയല്ല. സാധാരണ നമ്മൾ ഈ തീയൽ വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ വറുത്തരച്ചിട്ടോ നല്ല സാമ്പാർ വെക്കുന്നത്. എനിക്ക് ആ സാമ്പാറും ഇഷ്ടമാണ്. പക്ഷേ ഏട്ടൻ്റെ സ്ഥലം പാലക്കാടാണ്. അപ്പോൾ പാലക്കാടാണെങ്കിൽ വറുത്തരച്ച സാമ്പാറിൻ്റെ സ്ഥലമാണ്. അപ്പം അവിടെ എപ്പോഴും വെക്കുന്നത് വറുത്തരച്ചിട്ട് തന്നെയാണ്. ആ സാമ്പാറിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റേ അല്ല, അത് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ അതും നല്ല രസമാണ്. അപ്പം ഇതിപ്പം രണ്ടും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും അല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഏട്ടൻ അമ്മയുടെ ഞാൻ ചോദിക്കാറുണ്ട്, അമ്മ ഈ സാമ്പാർ എങ്ങനെ വെക്കണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ചിരിക്കും കേട്ടോ. എൻ്റെ മുഖത്തോട്ട് വയ്ക്കും. എന്നിട്ട് പറയും അതിപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മ പറയും മല്ലിപ്പൊടി മുളക് പൊടിയുടെയൊക്കെ കണക്ക് പറയും. പക്ഷേ എനിക്കതൊന്നും മനസ്സിലാവില്ല. കാരണം അമ്മയ്ക്ക് അങ്ങനെ ഒരു കണക്കില്ല. ഇപ്പം നമുക്കൊക്കെ പറയില്ല ഒരു സ്പൂൺ അത് ഇടണം അത് ഇടണം അങ്ങനെയൊന്നും അമ്മ പറയില്ല. അമ്മ അത് മല്ലിയും മുളകും അതും ഇതൊക്കെ ഇട്ടാൽ മതി മോനെ, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ആ ഒരു റെസിപ്പി അമ്മയുടെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പക്ഷേ പാലക്കാട് സാമ്പാർ 2 പ്രാവശ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതും നല്ലതാണ്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് മിക്സാണ്. ഇത് തെക്കനും അല്ല വടക്കനും അല്ലാത്തൊരു വടക്ക് സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കി. വെടക്ക് സാമ്പാർ എന്ന് പറയും. വെടക്ക് സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കി വെജിറ്റബിൾസ് ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പൊട്ടറ്റോ ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് അതിനോടൊപ്പം ഈ മിക്സും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി കട്ടക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കായത്തിൻ്റെ കുറച്ചുകൂടെ ടേസ്റ്റ് ആവാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കട്ടക്കായല്ല പൊടി കായം കൂടെ കുറച്ചിട്ടിട്ടുണ്ട്. ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡിയാണ് കേട്ടോ. അപ്പോൾ അതേ കായമാണ് ഇടുന്നത്. കുറച്ചിട്ടാൽ മതി, കുറച്ച് കായം. കാരണം ഓൾറെഡി നമ്മൾ കട്ടക്കായം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനോട് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം സെറ്റാണോ എന്ന് നോക്കി. കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഞാൻ കുക്കർ അടച്ച് വിസിൽ കേൾക്കാനായിട്ട് വെച്ചു. അപ്പോൾ പിന്നെ വേറെ അധികം പണിയൊന്നും ഇല്ലല്ലോ. ഇന്ന് ആകെ ഇഡ്ഡലിയും ഇതും കൂടി മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ ടൈം ബാക്കി കിട്ടി കേട്ടോ. കാരണം കുറച്ച് ജോലിയുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ താമസിച്ച് എണീക്കാൻ നിന്നില്ല. നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേ ചോറ് ഞാൻ തിളച്ച് വന്നപ്പോഴത്തേക്കും അത് വാർത്തിടുന്നുണ്ട്. ഇതെപ്പോഴും ഞാൻ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷനാണ്. അപ്പം ഞാൻ ദൈവമീന്ന് വിളിച്ചിട്ടാണ് ഇതെടുക്കാറ് കേട്ടോ. കാരണം നമ്മുടെ ദേഹത്ത് വീണാൽ പൊള്ളുമല്ലോ, അതുകൊണ്ട്. പിന്നെ ചായ കുടിക്കാണ് കേട്ടോ. അപ്പോൾ ചായ രാവിലെ ഇന്ന് എനിക്ക് കുറച്ച് സമയം കിട്ടി, ആസ്വദിച്ച് ചായ കുടിക്കാനുള്ള ടൈം കിട്ടി. യൂഷ്വലി ഹരിബറിയാണ്, പക്ഷേ ഇന്ന് കുറച്ച് സമയമൊക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ പറഞ്ഞില്ല നല്ല മാവായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ഫ്ലഫി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇളക്കിയിട്ട് പിന്നെ സാമ്പാറിന് എല്ലാം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറിന് കുറച്ച് കടുകും കൂടി പൊട്ടിച്ചു. വേറെ ഒന്നുമില്ല, കടുകും കറിവേപ്പിലയും പിന്നെ കുറച്ച് വറ്റൽമുളകും ഇതും കൂടി ഇട്ടിട്ട് കടുകും കൂടി വറുത്തിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ സാമ്പാറിലേക്ക്. ശരിക്കും കുക്കിംഗ് എന്ന് പറയുന്ന ഒരു പരീക്ഷണം തന്നെ കേട്ടോ. ഞാനിത് എത്ര നന്നാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കൊഴുത്ത ഒരു സാമ്പാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാമായിരുന്നു കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ കുറുകിപ്പോവും. അപ്പം നല്ല സാമ്പാറായിരുന്നു. അങ്ങനെ ഞാൻ വേഗം പോയി ഒന്ന് മേലൊക്കെ കഴുകി വന്ന് വിളക്ക് കത്തിച്ചു. കാരണം ഇന്ന് തല ഒളിക്കാനുള്ള ഒരു ആരോഗ്യം എനിക്കുണ്ടായിരുന്നില്ല, ശബ്ദം ഉണ്ടായിരുന്നില്ല, തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും തല നനഞ്ഞിട്ട് പിന്നെയും നമ്മൾ വേർക്കുമ്പോഴത്തേക്കും നമുക്ക് പണി പാടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാഫ് ഡേ ആണ്. അപ്പം സ്റ്റാഫ് റിട്ടയർമെൻറ്റ് ഫങ്ഷൻസും
കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് നല്ല വൃത്തിക്ക് ഒരുങ്ങിയൊക്കെ പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ രാവിലത്തെ ഈ സമയക്കുറവ് കാരണം നമുക്ക് ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല. പിന്നെ സാരി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സാരി എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ ഉടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ, ഒരു ദിവസം സാരി ഉടുത്തിട്ട് തന്നെ പോയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ സമയം വേണം നമുക്ക്. പിന്നെ ഇൻ കേസ് പ്ലീറ്റൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പണി വാളുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് കേട്ടോ. ഇത് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. രാവിലെ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ തീർച്ചയായിട്ടും ഇടും. ബാക്കി സമയം ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പം ഞാൻ ഇന്ന് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. പിന്നെ ബാക്കി മേക്കപ്പൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച സമയം കിട്ടാത്തതുകൊണ്ട് എല്ലാം കൂടെ ബാഗിൻ്റെ അകത്തെടുത്തിട്ടിട്ട് ഞാൻ അവിടെ പോയിട്ട് കണ്ണൊക്കെ എഴുതാം, കുറച്ച് വൃത്തിയായിട്ട് ഒരുങ്ങാം എന്നൊക്കെ വിചാരിച്ച് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഓടുകയാണ് കേട്ടോ. കാരണം സമയമായി. അപ്പോൾ എപ്പോഴും ഞാനൊരു ആപ്പുണ്ട് ഫോണിൽ ട്രെയിനിൻ്റെ ആപ്പുണ്ട്, വേസ് മൈ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആപ്പിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രെയിൻ എവിടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നൊരു ആപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പറ്റിക്കാറില്ല. അപ്പോൾ ആ ആപ്പിൽ നോക്കുമ്പോഴത്തേക്കും 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കുറച്ച് നേരം കൂടെ നിന്നത്. പക്ഷെ പിന്നെ വേഗം ഓടിയെത്തും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏട്ടനെ കൃത്യസമയത്ത് കൊണ്ടാക്കി ടാറ്റയൊക്കെ ബൈയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. പിന്നെ മൊത്തം ഒരു ഓട്ടമാണ്. ഈ ഓട്ടം തന്നെയാണല്ലേ നമ്മുടെ ജീവിതം, കംപ്ലീറ്റ് ഓട്ടമാണ്. പക്ഷേ ആ ഓട്ടമാണ് നമ്മളെ നയിക്കുന്നതെന്നുള്ളത് ഒരു സത്യസന്ധമായൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിങ്ങനെ ചടഞ്ഞിരുന്ന് പോകില്ലേ. അപ്പോൾ അവിടെ ചെന്നൊരു ഭയം കൂടെ പറഞ്ഞിട്ടാണ് ഏട്ടൻ അവിടെ നിന്ന് സ്ഥലം വിടുക കേട്ടോ. അതാണ് എൻ്റെ സിഗ്നൽ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങളുടെ കോളേജിലെ ലൈബ്രറിയനും അതേപോലെ അപ്പുറത്തെ ലോ കോളേജിലെ ടീച്ചറും ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് വർത്തമാനം പറഞ്ഞാണ് രാവിലെ വരിക നടന്ന്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി അങ്കിളാണ്. അങ്കിളിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് രാവിലെ മസ്റ്റാണ്. വർഷങ്ങളായിട്ടുള്ള അങ്കിളാണ് കേട്ടോ. ഇത് നമ്മുടെ ചേട്ടനാണ് ഇവിടെ ചെടിക്കൊക്കെ നോക്കുന്നതൊക്കെ. അപ്പോൾ ചേട്ടനും ഹായ് പറഞ്ഞു. ഇത് നമ്മുടെ കുഞ്ഞുമോളാണ് കേട്ടോ. കുഞ്ഞുമോളെന്നാണ് ഞാൻ വിളിക്കുന്നത്. കുഞ്ഞുമോൾ രാവിലെ ഇത് കാണിക്കുന്ന വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുഞ്ഞുമോളെ സിനിമയിലെടുത്തെന്നൊക്കെ പറയാണ്. ഇത് റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ. ഇതാണ് ചിത്ര ടീച്ചറായിട്ട് നടുക്കിരിക്കുന്ന ടീച്ചറിൻ്റെയാണ് റിട്ടയർമെൻറ്റ്. അപ്പം സാർ സുഭാഷ് സാറിൻ്റെ ഒരു കവിതയൊക്കെ പറയുകയാണ്. ഇതേപോലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സിൻ്റെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കേട്ടോ, ഞാനും സുഭാഷ് സാറും തമ്മിലുള്ള സ്കിറ്റാണ്. ആ കള്ളനെ പോലെ പതുങ്ങിപ്പോണ ഞാനാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇത് ഞങ്ങളുടെ സീനിയർ ടീച്ചർ നല്ലൊരു പാട്ടൊക്കെ പാടി. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ടീച്ചേഴ്സാണ് കേട്ടോ. സുഭാഷ് സാർ, രേഷ്മ ടീച്ചർ, സിന്ധു ടീച്ചർ, ദീഷ്മ, എല്ലാവരും ഉണ്ട്, പ്രവീൺ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര വൈബാണ് കേട്ടോ. ഇവരെ നമ്മൾ നിലനിൽക്കുന്നത് ഇവരൊക്കെ കൊണ്ടാണ് കേട്ടോ. നല്ല രസമാണ്, ഇവർക്ക് ഭയങ്കര വൈബാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരി ആതിര ടീച്ചറും ഈ വർഷം തൊട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഞങ്ങളും സ്ഥിരം പോയി വരുന്നതാണ്. അപ്പോൾ വൈകിട്ട് AC യിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട സന്തോഷമാണ് ഈ പറയുന്നത് കേട്ടോ, ചൂട് കാരണം. അങ്ങനെ രാത്രി വീടെത്തി നേരെ ഞാൻ അമ്മയുടെ ഫ്ലാറ്റിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അമ്മ രാത്രിത്തെ ഫുഡ് അമ്മ സ്പോൺസർ ചെയ്യും. അപ്പോൾ അമ്മ രാത്രി ഇടിയപ്പവും അതേപോലെ വെജിറ്റബിൾ സ്റ്റൂവും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ രാത്രി എനിക്ക് സർപ്രൈസസ് തരും, ഇങ്ങനെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്. അമ്മ പറയില്ല ഇന്നതാണെന്നൊക്കെ. ആദ്യം പറയായിരുന്നു, പക്ഷേ ഇപ്പം അമ്മ പറയില്ല. അത് നമുക്ക് രസമാണ്. അപ്പോൾ അമ്മ എന്താ ഉണ്ടാക്കി വെക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് പോകുന്നത് അതിലൊരു കൗതുകം ഉണ്ടല്ലോ. അങ്ങനെ അമ്മ നല്ല കുക്കാണ് കേട്ടോ. നന്നായിട്ട് അമ്മ ഭക്ഷണം ഉണ്ടാക്കും. അപ്പം ആ ഭക്ഷണം ഉണ്ടാക്കാനും കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം നമ്മുടെ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. പിന്നെ നാളെ പോകണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി കിടന്നിറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി പൊട്ടിച്ചേരെ. ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ, ബൈ.